എല്ലാവർക്കും നമസ്കാരം. വീണ്ടും ഒരു വ്ലോഗിലേക്ക് ഞങ്ങൾ വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ എന്ത് വ്ലോഗാണ് ചെയ്യാൻ പോകുന്നത്? ശരിയായില്ല, ഞാൻ ഹായ് പറഞ്ഞില്ല. നിനക്ക് പിന്നെ പറഞ്ഞൂടെ? ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പുതിയൊരു വ്ലോഗായിട്ട് വന്നിരിക്കുകയാണ്. എന്താണ് നമ്മുടെ വ്ലോഗ്? അതാണ് കുക്കിംഗ് വ്ലോഗ്. ഒരു കുക്കിംഗ് വ്ലോഗാണ്. ഇത് കുക്കിംഗ് വ്ലോഗാണ്. അതും നമ്മളെല്ലാവരും ഉണ്ടാക്കുന്നത് ബട്ടർ ചിക്കൻ. അത് ചീഫ് ഷെഫായ ഞാൻ കുറെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവൾക്ക് അവൾ കുറെ പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്നാലും അവൾ കുറെ പുതിയ റെസിപ്പികൾ അതിനകത്ത് ആഡ് ചെയ്ത് നമ്മളിന്ന് വീട്ടിൽ ബട്ടർ ചിക്കൻ ഉണ്ടാക്കുന്നു. പുതിയ റെസിപ്പി അല്ല, പുതിയ ഇൻഗ്രീഡിയൻസ്. ഓക്കെ, പുതിയ ഇൻഗ്രീഡിയൻസ് വെച്ച് നമ്മളിന്ന് വീട്ടിൽ ബട്ടർ ചിക്കൻ ഉണ്ടാക്കുന്നു. അപ്പം ഇതിനകത്ത് നമുക്ക് കുറെ എന്തൊക്കെ റെസിപ്പികളാണ് വേണ്ടതെന്നുള്ള എല്ലാം നമ്മൾ നേരെ കിച്ചണിൽ പോയിട്ട് മോക്കം കാണുന്നതായിരിക്കും. ഓക്കെ, ഇന്ന് നമുക്കിത് ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് ബട്ടർ ചിക്കനിനകത്തെ ഈ റെസിപ്പിയിലെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമ്മളിപ്പോൾ പോയിട്ട് കിച്ചണിൽ പോയി നേരിട്ട് കാണുന്നു. എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. ആദ്യമായിട്ട് ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. എൻ്റെ ത്രോട്ട് ഇച്ചിരി പ്രോബ്ലം ആയിട്ടിരിക്കുകയാണ്. അത് കാരണം വോയിസ് ക്ലാരിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കൊന്നും അറിയത്തില്ല. അല്ലെങ്കിൽ പൊതുവെ ക്ലാരിറ്റി ഇല്ല, പറഞ്ഞു സാരമില്ല. ക്ലാരിറ്റി ഉണ്ടോ? ക്ലാരിറ്റി വോയിസ് ഡിസ്റ്റർബൻസ് കാണും. അത് കാരണം എന്നോട് എല്ലാവരും ക്ഷമിക്കണം. ഇടയ്ക്ക് ചുമയൊക്കെ വന്നെന്നിരിക്കും. ദയവ് ചെയ്ത് എല്ലാവരും ക്ഷമിക്കണം. അതിനകത്തോട്ട് ചുമക്കില്ല, ഞങ്ങൾക്ക് കഴിക്കാനുള്ള. ഇത് ചിക്കൻ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് ഓൾമോസ്റ്റ് ഒരു 3/4 കിലോ ചിക്കൻ ഉണ്ട്. ഇത് നമ്മൾ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ബ്രസ്റ്റ് പീസാണ് എടുത്തിരിക്കുന്നത്. ആവശ്യത്തിനുള്ള സൈസിനനുസരിച്ച് അത് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനിട്ടിരിക്കുന്നത് ഒരു 3/4 കിലോ ചിക്കന് ഒരു വലിയ ടേബിൾ സ്പൂണിന് ഒരു 2 സ്പൂൺ തൈര് ഇട്ടിട്ടുണ്ട്. പിന്നെ എരിവ് അനുസരിച്ച് നമ്മൾ ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട്. അത് കാശ്മീരി ചില്ലി പൗഡറാണ്. പിന്നെ സോൾട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ടർമറിക് പൗഡർ ഇട്ടിട്ടുണ്ട്. അത് ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ ആവശ്യത്തിന് ടർമറിക് പൗഡർ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം ഇട്ട് നമ്മൾ ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ അത്രയും നല്ലത്. ഇത് ഞങ്ങൾ ഈവനിങ് ഏകദേശം നമ്മളൊരു 5-6 മണിക്കൂറിന് മുമ്പാണ് നമ്മൾ ഇതെല്ലാം കൂടെ ഇളക്കി വെച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് നല്ലതായിട്ട് പിടിക്കും. ചിക്കനിൽ നല്ലതായിട്ട് പിടിച്ച് ഉള്ളിലോട്ട് കയറും. മസാലയും ഉപ്പും എല്ലാം നല്ലതായിട്ട് കയറി പിടിക്കും. അതുകൊണ്ട് അപ്പം നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഇത് ഇളക്കി വെക്കണമെന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ബട്ടർ ചിക്കൻ യൂഷ്വലി ഫ്രൈ ചെയ്തിട്ടും ചെയ്യും, ഗ്രിൽ ചെയ്തിട്ടും ചെയ്യും. പക്ഷെ നമ്മൾ ഇന്ന് ഇച്ചിരി ഹെൽത്തിയർ വേർഷനാണ് ചെയ്യുന്നത്. നമ്മളിന്ന് ചിക്കനെ ഗ്രില്ല് ചെയ്തിട്ടാണ് ബട്ടർ മസാലയിലോട്ട് ഇടാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഞങ്ങൾ മേളിൽ ബട്ടർ ഒന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒലിവ് ഓയിൽ. അത് നമ്മൾ ഓപ്ഷനിലാണ്. ഇനി വേണ്ടത് ഇത് ഒരു 1 ഇഞ്ച് ജിഞ്ചർ വേണം. ഒരു 3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഒരു മീഡിയം സൈസ് 1.5 സവോളയുണ്ട്. ഇത് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് സൈസിന് ഇച്ചിരി ബിഗായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് നമ്മൾ വഴറ്റിയിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ചോപ്പ് ചെയ്യുന്ന സൈസ് ഇച്ചിരി വലുതായാലും കുഴപ്പമില്ല. പിന്നെ ഇത് ഒരു 1 മീഡിയം ടൊമാറ്റോ ആണ്. അത് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് കുറേ കാഷ്യൂനട്ട് ഉണ്ട്. നമ്മൾ ഏകദേശം കുറച്ച് കാഷ്യൂനട്ട് ഇടുന്നുള്ളൂ. ഒരു ചെറിയ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ചെറിയ കൊഴുപ്പ് കുറച്ച് കൂടുതൽ കിട്ടും. അതിന് വേണ്ടിയാണ് നമ്മൾ പൊതുവെ കാഷ്യൂ ഇടുന്നത്. ഇച്ചിരി കൊഴുപ്പ് നമുക്ക് അധികം കിട്ടും. ബദാം ഇടണം? ബദാം വേണ്ട, ബദാമിൻ്റെ ആവശ്യമില്ല. അല്ല, ബദാം ഇടും. പിന്നാണ് ഇത് ഫെനുഗ്രീക്ക് ലീവ്സ് ആണ്. ഇതാണ് കസൂറി മേത്തി. യൂഷ്വലി ഇത് നമ്മൾ മലയാളീസ് അധികം ഉപയോഗിക്കാത്ത ഒരു സാധനമാണ്. ഇത് യൂഷ്വലി നോർത്ത് ഇന്ത്യൻസ് ആണ് അധികവും കറികൾക്ക് ഉപയോഗിക്കുന്നത്. സോ ഇത് കസൂറി മേത്തി എന്ന് പറയും. കസൂറി മേത്തി എന്ന് പറയുമ്പോൾ നമ്മുടെ ഉണങ്ങിയ ഉലുവ ഇലയാണ്. പിന്നെ ആവശ്യത്തിന് ഇനി നമ്മൾ കുക്കിംഗ് ക്രീമാണ്. ക്രീം ഓപ്ഷണലാണ്. ഇച്ചിരി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുക്കിംഗ് ക്രീം ഉപയോഗിക്കാം. ഹെൽത്ത് കോൺഷ്യസ് ഓവറായിട്ടുള്ളവർ ഇത് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ചുള്ള ഇച്ചിരി ടേസ്റ്റ് കുറഞ്ഞെന്നിരിക്കും. ബട്ട് നമ്മൾ ഇന്ന് കുക്കിംഗ് ക്രീം ഉപയോഗിക്കുന്നത് അൽമറായുടെ ആയതുകൊണ്ട് കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ലാത്ത നല്ല കുക്കിംഗ് ക്രീമാണ്. ഇത് യൂസ് ചെയ്താൽ നല്ലതായിരിക്കും. പിന്നെ ലോ ഫാറ്റ് കുക്കിംഗ് ക്രീം കിട്ടും, വേണമെങ്കിൽ അത് വാങ്ങിച്ച് ഉപയോഗിക്കാം. പക്ഷേ ഇത് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഫുൾ ഫാറ്റാണ്. പക്ഷേ ഇത് നമ്മൾ മേളിൽ ഇച്ചിരി മാത്രം ഒഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ലോ ഫാറ്റ് കുക്കിംഗ് ക്രീമും അവൈലബിൾ ആണ്, വേണമെങ്കിൽ അത് വാങ്ങിച്ച് ഉപയോഗിക്കാം. ഇനി വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്.
അത് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ മസാലയ്ക്ക്. പിന്നെ നമ്മുടെ ബട്ടർ ചിക്കൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ബട്ടർ. അപ്പം ബട്ടർ നമ്മുടെ ആവശ്യത്തിന് അനുസരിച്ച് ഉപയോഗിക്കും. ചിക്കൻ ബട്ടർ ഇല്ല പിന്നെ പറ്റത്തില്ല. പിന്നെ ഇങ്ങനെ ബട്ടർ ചിക്കൻ പേര് വരുന്ന പൊണ്ണേനൊക്കെ പറഞ്ഞാൽ അവിടെ നിങ്ങളുടെ പിന്നെ വേണ്ടത് കാശ്മീരി ചില്ലി പൗഡറാണ്. ഞാനിവിടെ ഗരം മസാല. കാശ്മീരി ചില്ലി പൗഡർ തന്നെയാണോ? എങ്ങനെ മനസ്സിലാവാൻ കാശ്മീരാണ്? അത് അടുക്കള കയറുന്ന ചോര തിളപ്പ് കണ്ടിട്ടാണോ? ഇത് ഞാൻ ഗരം മസാല ഓൾമോസ്റ്റ് ആവശ്യത്തിന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഞാൻ ഇട്ടിരിക്കുന്നത് ആവശ്യത്തിനുള്ള ഏലക്ക, ജീരകം ഇട്ടിട്ടുണ്ട്. 3 ഒരു ചെറിയ പീസ് കറുവാപ്പട്ട, ഒരു 3 ചെറിയ ഗ്രാമ്പു ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് ആദ്യം വറക്കണം. ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലത് ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ കാഷ്യൂനട്ട് ഉപയോഗിക്കുന്നുണ്ട്. കാഷ്യൂനട്ടിന്റെ കാര്യം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇത്രയാണ് വേണ്ട ചേരുവകൾ. ഇനി ആദ്യം നമ്മൾ ഗ്രിൽ ചെയ്യാൻ പോവാം. ഗ്രില്ല് ചെയ്യാൻ പോവാണല്ലേ? ഗ്രില്ല് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിലും ഞങ്ങൾ ചെയ്യുന്നത് നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, ആദ്യം ഈ ഗ്രില്ലിംഗ് റാക്കിൽ നമ്മൾ ഈ ഫോയിൽ പേപ്പർ ഇട്ടൊന്ന് കവർ ചെയ്യണം. അതുകൊണ്ട് മൈക്രോവേവ് വൃത്തികേടാവാതിരിക്കും. ആദ്യം ഈ ഗ്രില്ലിംഗ് റാക്ക് നമ്മളിങ്ങനെ ഫോയിൽ ഇട്ട് കവർ ചെയ്യാം. നമ്മൾ ഓരോ പീസായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാം. എന്തോ നാടിയ ചിക്കനൊക്കെ നീ മീൻ പിടിക്കുന്നതാണല്ലോ. ചൂണ്ടയിട്ട് പിടിക്കുവാണോ നീ? വായന വെള്ളം വരുന്നല്ലോ മണം അടിച്ചിട്ട് ഇപ്പോളെ. പിന്നെ പച്ച ഉടനെ വായ വെള്ളം വരാത്തത് എന്തു പറഞ്ഞാലും നല്ല മണമുണ്ട് ഗൈസ്. അടിപൊളി മണമാണ്. ഇത് ഇങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്ക്. നിങ്ങളുടെ എന്താ പറയുന്നത്, ചെറിയ ടൈമൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. സംഗതി അടിപൊളിയാണ്. ഗ്രില്ല് ചെയ്യുമ്പോൾ പ്രത്യേകത നമുക്ക് എണ്ണ ഉപയോഗിക്കേണ്ട. നമുക്ക് ഹെൽത്ത്, എണ്ണ ഉപയോഗിക്കാതെ നമുക്ക് ഗ്രില്ല് ചെയ്ത് നമുക്ക് ഇടുമ്പോൾ നല്ല കട്ടിയും കിട്ടും. നോർമലി നമ്മൾ വറക്കുന്ന എന്തിനാ നമുക്ക് ടേസ്റ്റ് കൂടാനും ജസ്റ്റ് ഇച്ചിരി കട്ടി കിട്ടാനും വേണ്ടിയിട്ടാണ്. പക്ഷേ ഗ്രില്ല് ചെയ്യുമ്പോൾ നമുക്ക് എണ്ണ ഇല്ലാതെ തന്നെ കട്ടിയാവുകയും ചെയ്യും. ജസ്റ്റ് ഫ്രൈ പോലെ ആയ ടേസ്റ്റും വരും. നമ്മൾ ഗ്രില്ല് ചെയ്യാൻ ഓവനിൽ വെക്കാൻ പോവാണ്. ഓക്കെ, നമ്മൾ ഓവൻ ഇതാ തുറക്കുന്നു. അതിനകത്ത് എന്തോ കുബൂസൊക്കെ ഇരിക്കും. ദൈവമേ, കുബൂസൊക്കെ തീർത്തി നമ്മളെ കൊല്ലി. നമ്മൾ നേരെ അകത്തേക്ക് വെച്ച് കഴിഞ്ഞു. നമ്മളെന്താ ഓവൻ ഓൺ ചെയ്ത് കഴിഞ്ഞു. ബട്ടറുണ്ട്. സോറി ഗൈസ്, ചെറിയ കാര്യം മറന്നുപോയി. ബട്ടർ ചിക്കൻ അത് ബട്ടർ ഇടാൻ ഞങ്ങൾ വിട്ടുപോയി. കുറച്ച് ബട്ടർ ഇടുന്നത് നല്ലതായിരിക്കും. മേളിൽ കുറച്ചിങ്ങനെ നമ്മൾ ബട്ടർ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ ഒരു ടേസ്റ്റ് കിട്ടും. ബട്ടർ ഇച്ചിരി തൊട്ട് കൊടുക്കും. ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രമാണ്. നിങ്ങൾ ഒത്തിരി ഹെൽത്ത് കോൺഷ്യസ് ആണെങ്കിൽ ഈ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. ഞങ്ങൾ ഒത്തിരി ഹെൽത്ത് കോൺഷ്യസ് അല്ല. ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു ഇതുമില്ല. നമ്മൾ എങ്ങനെയായാലും കഴിക്കും. ആദ്യത്തെ കുക്കിംഗ് വ്ലോഗാണ്, അത് കാരണം മിസ്റ്റേക്സുകൾ പറ്റും. അതായത് ഞങ്ങളുടെ ആദ്യത്തെ കുക്കിംഗ് വ്ലോഗാണ്. പല തെറ്റുകളും പല അപാകതകളും കാണും, ക്ഷമിക്കുക. നമ്മൾ അകത്തോട്ട് വെക്കാൻ പോവാണ്. സോ ഇത് നമ്മളുടെ ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ്. ആദ്യം നമ്മൾ ഗ്രിൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ, എൻ്റെ കൺവെൻഷൻ ഓവനാണ്. സോ അതിൻ്റെ അകത്ത് ഗ്രില്ലും ചെയ്യാം, ബേക്ക് ചെയ്യാം, മൈക്രോവേവും ചെയ്യാം, എല്ലാം ചെയ്യാം. സോ ഈ ഇതിൽ ഗ്രില്ല് ഞെക്കിയിട്ട് നമ്മൾ ടൈമർ സെറ്റ് ചെയ്യാൻ പോവാണ്. ഇതൊരു നമ്മുടെ ആവശ്യത്തിനുള്ള സൈസിനനുസരിച്ചാണ് നമ്മൾ ടൈം വെക്കുക. സോ ഇത് ഒരു ഓൾമോസ്റ്റ് ഒരു മീഡിയം സൈസ് ആയതുകൊണ്ട് ഒരു 20 minutes ആണ് ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് വെന്തില്ലെങ്കിൽ നമുക്ക് വീണ്ടും എക്സ്ട്രാ ടൈം നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. സോ 20 minutes നമുക്കിപ്പം വെച്ച് നോക്കാം. ഇപ്പോൾ ഗ്രില്ല് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. നമ്മളതിനകത്ത് ഇപ്പം കുറച്ച് നെയ്യ് ഇട്ടിട്ടാണ് നമ്മളിപ്പോൾ നെയ്യിട്ട് മെൽറ്റ് ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ കുറച്ച് സവാള ഇട്ടിട്ടുണ്ട്. സവാള ഇട്ട് നമ്മൾ വയറ്റുവാണ്. നമ്മൾ വെളിച്ചെണ്ണയ്ക്ക് വരെ നെയ്യാണ് ഇട്ട് വയറ്റുന്നത്.
ബട്ടർ ഇട്ടാണ് വഴറ്റുന്നത്. ഇത് വലുതായിട്ട് കട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒന്നുകൂടെ ഇത് മിക്സിക്കകത്തിട്ട് ബ്ലെൻഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് വലുതായിട്ട് കട്ട് ചെയ്തിരിക്കുന്നത്. ഇത് ജസ്റ്റ് ഇതിൻ്റെ ഒരു പിങ്കിഷ് നിറം മാറി ഒരു ലൈറ്റ് കളർ ആവണം, ലൈറ്റ് കളർ. ആ സമയത്ത് നമ്മൾ നമ്മുടെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ വെളുത്തുള്ളിയും കൂടെ ഇടാം. വെളുത്തുള്ളി അതേപോലെ നമ്മൾ കണ്ടില്ല, അരിയാതാണ് ഇടുന്നത്. കാരണം എന്തായാലും നമ്മൾ ഗ്രൈൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാരണം ആവശ്യത്തിന് ഞാൻ ചോപ്പ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ചെറിയ രീതിയിൽ കട്ട് ചെയ്താലും കുഴപ്പമില്ല. നമ്മൾ എന്തായാലും മിക്സിയിലിട്ട് അരയ്ക്കാനുള്ളതാണ് ഇത് മൊത്തം. നമ്മളങ്ങനെ അതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞു. നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു എത്ര മിനിറ്റ് എടുക്കും? ഏകദേശം ഒരു 5 മിനിറ്റ് എടുക്കും വഴറ്റ് വരെ. കളർ നമുക്ക് വാടുമ്പോൾ അറിയാൻ പറ്റുമല്ലോ. ബട്ടർ ചിക്കൻ എന്ന് പറഞ്ഞാൽ കേരള പൊറോട്ടയുടെ കൂടെ നല്ല ടേസ്റ്റാണ്. പക്ഷെ ഞങ്ങൾ ഇന്ന് കഴിക്കാൻ പോകുന്നത് ദോശയും ബട്ടർ ചിക്കനാണ്. ദോശയും ബട്ടർ ചിക്കനോ? ദോശയോ? ഇന്ന് ദോശയാണോ? മൈ ഗോഡ്, അയ്യോ ഇന്ന് ദോശയാണ്. വീണ്ടും തെച്ചു. ഈ സമയത്ത് നമുക്ക് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. നമ്മളതിനകത്ത് കാഷ്യൂനട്ട് ഇട്ടു. ഏകദേശം 5-6 കാഷ്യൂനട്ടേ ഉള്ളൂ. ഏകദേശം ഇതൊരു കളർലെസ് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ തക്കാളി ഇടുന്നു. തക്കാളി ഇട്ട് കഴിയുമ്പോൾ പക്ഷെ സവോള ഓൾറെഡി വരണ്ടോ? ചെറുതായിട്ട് ഒത്തിരി ഇത് ബ്രൗൺ ആവണ്ട, ജസ്റ്റ് ഒരു കളർലെസ് ആവണം. ഈവൻ തക്കാളിയും പോലും ഒരു അതിൻ്റെ ആ കട്ടിയുള്ളതൊന്ന് മാറി ഒന്ന് സോഫ്റ്റായി വന്നാൽ മതി. ചിലർ വേണമെങ്കിൽ തക്കാളി ബ്ലാൻച്ച് ചെയ്തിട്ട് ഇടാറുണ്ട് കേട്ടോ. തക്കാളിയുടെ പൾപ്പ് മാത്രം അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ബ്ലാൻച്ച് ചെയ്യാന്ന് വെച്ചാൽ തക്കാളി ചൂടുവെള്ളത്തിൽ ഇട്ടൊന്ന് തിളപ്പിച്ചിട്ട് അതിൻ്റെ തൊലി മാറ്റി കളഞ്ഞിട്ട് അകത്തെ കണ്ടൻറ്റ് മാത്രം മിക്സിക്കകത്ത് പേസ്റ്റ് ആക്കി എടുത്തിട്ട് അതിൻ്റെ ആ പേസ്റ്റ് മാത്രം ഇട്ടാലും മതി. പക്ഷെ നമ്മളിന്ന് ഇത് വഴറ്റിയിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഗൈസ്, അങ്ങനെ ഏകദേശം നമ്മുടെ ഈ ബട്ടർ ചിക്കൻ്റെ അത് വരണ്ടിരിക്കുകയാണ്. നമ്മൾ വരട്ടി സവോള റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ആറാൻ വെച്ചേക്കുവാണ്. ആറി കഴിഞ്ഞിട്ട് നമുക്കത് ഗ്രില്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ല സോറി, ഗ്രില്ലല്ലല്ലോ, വായി വരുന്നില്ല, അരയ്ക്കാൻ പറ്റത്തുള്ളൂ. അരച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കിയുള്ള പ്രോസസ്സ്. അപ്പോൾ അടുത്ത പ്രോസസ്സിനായി വെയിറ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ ജസ്റ്റ് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് വെക്കണം, തിരിച്ചിടണം. ഒരു സൈഡ് ഇട്ട് കഴിഞ്ഞ് വീണ്ടും ഒരു സൈഡ് തിരിച്ചിട്ടിട്ട് വേണം ഒന്നുകൂടെ ഗ്രില്ല് ചെയ്യാൻ നോക്കണം. ഇല്ലെങ്കിൽ മറ്റേ ചിലപ്പം മേൽവശം വേവാതെ വരും, ഗ്രില്ലാവാതെ വരും. ഒന്നുകൂടെ ജസ്റ്റ് കൊടുക്കും. ആ സമയം നമ്മൾ അരച്ചെടുക്കാൻ പോവുകയാണ്. ഇത് വഴറ്റുന്ന സമയത്ത് തന്നെ വേണമെങ്കിൽ നമുക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് വഴറ്റാം. പക്ഷേ മിക്സിക്കകത്ത് ഇട്ട് കഴിയുമ്പോൾ മിക്സിയുടെ ഇടയിലെല്ലാം മുളകും എല്ലാം കയറിക്കഴിഞ്ഞാൽ പിന്നെ ക്ലീൻ ചെയ്യാൻ പാടാണ്. അതുകൊണ്ട് നമ്മൾ അത് പിന്നെയാണ് ചേർക്കുന്നത്. ഇപ്പം തൽക്കാലത്തേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും സവോളയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഇപ്പോൾ മിക്സിക്കകത്തിട്ട് അരച്ചെടുക്കാൻ പോവാണ്. നമ്മൾ ഗ്രൈൻഡ് ചെയ്യാൻ പോവാണ്. നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് നോക്കാം. ഇങ്ങനെ നമ്മുടെ ആ സവോളയും തക്കാളി എല്ലാം കൂടെ ഒരു പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും ഇത് വഴറ്റണം. സെയിം പാൻ തന്നെ നമുക്ക് ഉപയോഗിക്കാം. ഈ സമയത്ത് ഒന്നുകൂടെ ഇച്ചിരി കൂടെ ബട്ടർ ഇട്ട് കൊടുക്കും. ബട്ടർ ഇപ്പം മെൽറ്റായി കഴിഞ്ഞു. ഈ മെൽറ്റായി കഴിഞ്ഞ് ഈ അരച്ച് വെച്ചിരിക്കുന്നതെല്ലാം അങ്ങോട്ടിടാം. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ഗരം മസാല ഇടാൻ പോവാണ്. ഏകദേശം ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഏകദേശം ഇത്രയും മഞ്ഞൾപ്പൊടി നമ്മളിടും, 1/4 സ്പൂണ്. അതിനുശേഷം നമ്മൾ മുളക് പൊടി,
ചില്ലി ഇടുവാണ്. കാശ്മീരി ചില്ലി നമ്മൾ നമ്മുടെ എരിവിനനുസരിച്ച് ഇടാം. പിന്നെ ഇതൊരു നല്ല കളറും കിട്ടും കറിക്ക്. ഇതൊരു 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി നമ്മൾ ചൂടെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു പച്ചമണം മാറണം. അതുവരെ നമ്മൾ ഇതൊന്ന് മൂപ്പിക്കണം. നല്ലപോലെ പച്ചമണം മാറിയില്ലെങ്കിൽ കറിയുടെ സ്വാദ് മൊത്തവും പോവും. അത് കാരണം അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഏകദേശമായി. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഏകദേശം ആ മണം പോയി അല്ലേ? നല്ല ആ മണം പോയി നല്ലൊരു വേറൊരു സ്മെല്ല് വന്നു തുടങ്ങി. അത് കംപ്ലീറ്റ് ആയിട്ട് മാറണം. അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. പച്ചമണം മാറിയില്ലെങ്കിൽ കറി എത്ര നമ്മൾ ഇൻഗ്രീഡിയൻസ് ഇട്ടാലും ആ ടേസ്റ്റ് കിട്ടത്തില്ല. പിന്നെ ബട്ടർ ചിക്കന് ഇനി ഒരു ഇൻഗ്രീഡിയൻറ്റ് വിട്ടുപോയത്, നമ്മൾ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കണം. ടേബിൾ സ്പൂൺ അല്ല, സോറി, 1/2 ടീസ്പൂൺ. സമയത്ത് ഗ്രൈൻഡറിലുള്ള ബാക്കിയുള്ള ഇത് നമ്മൾ വെള്ളം ഒഴിച്ച് ആ ഗ്രൈൻഡർ മിക്സിയുടെ വെള്ളം തന്നെ കഴുകിയിടാം ഒഴിക്കാതിലോട്ട്. ഏകദേശം അതിൻ്റെ ആ സ്മെല്ലെല്ലാം മാറി ഇപ്പോൾ ഏകദേശം നല്ല കുറുകിയിരിക്കുകയാണ്. നമ്മൾ അതിനകത്തോട്ട് ഈ നമ്മൾ മിക്സിയിൽ ആക്കി വെച്ചേക്കുന്നത് അതിനകത്ത് വെള്ളം കൂടെ ജസ്റ്റ് മിക്സ് ചെയ്ത് നമ്മൾ ഇതിനകത്തോട്ട് ഒഴിക്കും. അപ്പോൾ നമുക്ക് ഗ്രേവിയും ആവും. മിക്സിക്കകത്തുണ്ടായിരുന്ന ബാക്കിയുണ്ടായിരുന്ന മസാല നമ്മൾ വെള്ളത്തിൽ നല്ലതായിട്ട് കഴുകി. എപ്പോഴും ശ്രദ്ധിക്കുക, ചൂടുവെള്ളമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ, പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കല്. നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് ഈ മസാല ഒന്ന് തിളപ്പിക്കണം. ഏകദേശം നമ്മുടെ ഗ്രിൽഡ് റെഡി ആയിട്ടുണ്ട്. ചിക്കൻ്റെ ഗ്രിൽഡ് ഏകദേശം ഓക്കെ ആയി. നമ്മളിനി ഗ്രിൽഡ് വന്നിട്ട് നമ്മൾ പാത്രത്തിലോട്ട് മാറ്റുകയാണ്. നല്ല മണമുണ്ട്. അപ്പം തന്നെ കഴിച്ചാലോ എന്ന് ആലോചിക്കുകയാണ്. പ്രത്യേകിച്ച് ഹസ്ബൻഡ്സിന് അടുക്കളയിൽ ഇരിക്കുമ്പോൾ ഗ്രില്ലുണ്ടാക്കിയ ചിക്കനൊക്കെ മാറ്റി വെക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ കറിക്കകത്ത് ഇടാൻ വരുമ്പോൾ ഒന്നും കാണത്തില്ല. എന്താ പിള്ളേർ കഴിക്കത്തില്ലേ? പിള്ളേർക്ക് പിന്നെ നമുക്ക് ഹൈറ്റിൽ എവിടെയെങ്കിലും വെച്ചാൽ അവർക്ക് എത്തത്തില്ല. മറ്റേ ഹസ്ബൻഡിന് അങ്ങനെയല്ലോ. ഓ, ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കറിക്കകത്തോട്ട് പോയിട്ട്. കറി തിളച്ചു കഴിഞ്ഞു. കണ്ടോ, അവിടെ കുമ്പള വന്നു കണ്ടോ? ജസ്റ്റ് നമ്മൾ തിളച്ച് കഴിയുമ്പോൾ കുമ്പള പളപ്പളപ്പളാന്ന് വന്നു. തിളച്ചെന്നാണ് അതിനർത്ഥം. ഓൾറെഡി അത് തിളച്ചിട്ടുണ്ട്. നമ്മൾ ഈ ചിക്കൻ, നമ്മൾ ഗ്രിൽഡ് ചെയ്ത ചിക്കൻ നമ്മൾ അതിനകത്തോട്ട് നമ്മൾ ഇടും. ഇനിയാണ് ചിക്കൻ ഇടാൻ പോകുന്നത്. ഗ്രിൽഡ് ചെയ്ത ചിക്കൻ നമ്മൾ അതിനകത്തോട്ട് ഇടും. നമ്മുടെ ബട്ടർ ചിക്കൻ ഏകദേശം ഒരു 70% ഓക്കെ ആയിട്ടുണ്ട്. 80% ആയി. ഇനിയാണ് 85% ആയി. 2 ഇൻഗ്രീഡിയൻറ്റും കൂടെ ഇടാനുണ്ട്, അതേ ഉള്ളൂ. ഇനിയാണ് നമ്മൾ കസൂറി മേത്തി ഇടുന്നത്. അതൊരു ഹാൻഡിൽ ഇത്ര എടുക്കുക. ഇതിൻ്റെ കണക്ക് എനിക്ക് എങ്ങനെ പറയുന്നതെന്ന് അറിയത്തില്ല. ഇത്ര എടുത്ത് കസൂറി മേത്തി ഒന്ന് ഹാൻഡിലൊന്ന് ക്രഷ് ചെയ്ത് അതിങ്ങനെ വിതറി കൊടുക്കുക. ഒത്തിരി ഇടരുത്, ഉലുവ ഇല ആയതുകൊണ്ട് അതൊരു കയ്പിൻ്റെ ഒരു ടേസ്റ്റ് വരുത്തും. അത് കാരണം ആവശ്യത്തിനേ ഇടാവുള്ളൂ. ഒത്തിരി ആയിപ്പോയാൽ നിങ്ങളുടെ കറി കയ്പായി പോവും. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതാണ് ഒരു ഫ്ലേവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കറിക്ക്. കസൂരി മേത്തി ഓൾറെഡി ഞാൻ ഇട്ട് കഴിഞ്ഞു. പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു
1/2 സ്പൂൺ ബട്ടർ മേളിൽ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ സെർവിങ് ഡിഷിലോട്ട് ഇട്ടാലും മതി. ഹോട്ടലിലൊക്കെ നമുക്ക് കാണാൻ പറ്റും, അവർ സെർവ് ചെയ്ത ബൗളിലോട്ട് മേളിൽ ഇങ്ങനെ ബട്ടർ ഉരുകി നിൽക്കുന്നു. നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ തന്നെ ഇടുകയാണ്, അത്രയേ ഉള്ളൂ. അന്നേരം ഫുൾ എല്ലാ കറിയിലെ എല്ലാ ഭാഗത്തോട്ടും എത്തും. കണ്ടില്ലേ, കറി ഏകദേശം കുറുകി നല്ല രീതിയിൽ ചിക്കനിൽ പിടിച്ച് നല്ലൊരു രീതിയിൽ ഇരിപ്പുണ്ട്. ആ ബട്ടറെല്ലാം മെൽട്ടായി കഴിയുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും. സ്മെല്ല് നമുക്ക് വീഡിയോ കാണിക്കാൻ പറ്റില്ല, അതുകൂടെ കാണിക്കാൻ. ഏകദേശമായി നമ്മൾ തീ ഓഫ് ചെയ്യുക. ഇനിയാണ് നമുക്ക് ക്രീം ഇടേണ്ടത്. ക്രീം എപ്പോഴും തീ ഓഫ് ചെയ്തിട്ടേ ഇടാവുള്ളൂ. ക്രീം ഇല്ലെങ്കിൽ പിരിഞ്ഞു പോകാനുള്ള ചാൻസസ് കാണും. അതാണ് ഇച്ചിരി തീന്ന് മാറ്റി വെച്ചിട്ട്. ചെറിയൊരു സംഗതി നമ്മൾ ഇടാൻ മറന്നുപോയി, ഗരം മസാല. അത് നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കും. അത് ജസ്റ്റ് അത് ഓഫ് ചെയ്തിട്ടാലും മതി, കുഴപ്പമില്ല. ജസ്റ്റ് മണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇടുന്നത്. അപ്പം ജസ്റ്റ് ഗരം മസാല, നമ്മൾ പൊടിച്ച ഗരം മസാല നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കാൻ പോകും. വീട്ടിൽ തന്നെ പൊടിച്ചാണ് നമ്മൾ. കെമിക്കൽ ആയതുകൊണ്ട് വെളിയിൽ നമ്മൾ മേടിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ തന്നെ പൊടിക്കാമെങ്കിൽ അത്രയും നല്ലതായിരിക്കും. അതിങ്ങനെ ജസ്റ്റ് മേളിൽ വിതറി ഇടുക. വീട്ടിലത്തെ പൊടി ആയതുകൊണ്ട് ഒരുപാട് ഇടേണ്ട ആവശ്യമില്ല. ഇട്ടാൽ ഫ്ലേവർ കിട്ടും. ജസ്റ്റ് ഒന്ന് കലക്കി കൊടുക്കുക, ഒന്ന് കുഴച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ സെർവിങ് ഡിഷിലോട്ട് മാറ്റും. സെർവിങ് ഡിഷിലോട്ട് മാറ്റിയിട്ട് നമുക്ക് മറ്റേ ക്രീം ഒഴിക്കും. അടുത്തതായിട്ട് നമ്മൾ ബട്ടർ ചിക്കനിലുള്ള ക്രീം ഇടാൻ പോവുകയാണ്. ക്രീം ഇടാൻ പോവാണ്. നമ്മൾ ബട്ടർ ചിക്കൻ ക്രീം ഇട്ട് കൊടുത്തു. കണ്ടോ, നമ്മൾ കടയിലൊക്കെ കഴിക്കുമ്പോൾ ഇരിക്കുന്ന കണ്ടിട്ടില്ല, അതേപോലെ. അങ്ങനെ നമ്മുടെ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അത് ടേബിളിലോട്ട് സെർവ് ചെയ്യാം. വാവ്, നല്ല മണം. വേഗം വാടാ, കഴിക്കാടാ. ഇതാണ് നമ്മുടെ ഷെഫ്. ടേസ്റ്റ് ചെയ്യാൻ പോവാണ് ഭാര്യ ഉണ്ടാക്കിയ ബട്ടർ ചിക്കൻ. നല്ല ഹോട്ടലിലൊക്കെ പോയി കഴിക്കുന്ന സാധനമാണ്. ജസ്റ്റ് ആദ്യം കറി ഒന്ന് ടേസ്റ്റ് ചെയ്യുക. കറി ഒന്ന് ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്നാ ടേസ്റ്റ്, സൂപ്പർ. പിന്നെ ഒരു ഹോട്ടലിലെ ഷെഫാക്കാമല്ലോ. ഒരു പീസ് എടുത്തോട്ടെ. ഒരു പീസ് കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ്. ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റുന്നില്ലല്ലേ? ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റുന്നില്ല. വളരെ സൂപ്പർ ബട്ടർ ചിക്കൻ. നിങ്ങളെല്ലാം ട്രൈ ചെയ്യണം, മറക്കരുത്. വേറൊരു കാര്യം കൂടെ മറക്കരുത്, നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. 2 വട്ടം സബ്സ്ക്രൈബ് ചെയ്യില്ല, 1 വട്ടം ചെയ്യാം. 2 വട്ടം ചെയ്താൽ അൺസബ്സ്ക്രൈബ് ആയിപ്പോൾ. അങ്ങനെ ഞങ്ങൾ ബട്ടർ ചിക്കൻ ഉണ്ടാക്കിയിരിക്കുന്നു. വളരെ മനോഹരമായ ബട്ടർ ചിക്കൻ കറി, വളരെ ടേസ്റ്റി. എന്തായാലും സൂപ്പർ. ഞാൻ പഠിപ്പിച്ചതൊന്നും നീ മറന്നിട്ടില്ല, മറക്കത്തുമില്ല. വളരെ മനോഹരമായിട്ട് പഠിപ്പിക്കുന്നത്. നിങ്ങളെല്ലാരും കണ്ടല്ലോ ആരാ ഉണ്ടാക്കിയെന്ന്, ആരാ പരിശ്രമിച്ചതെന്ന്. അത് കാരണം നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി. ദയവ് ചെയ്ത് പറയുന്നതൊന്നും വിശ്വസിക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ആൻഡ് ലൈക്ക് ആൻഡ് ഷെയർ. അടുത്ത വ്ലോഗിൽ നമുക്ക് പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് കാണാം. പിന്നെന്ത് പറയുന്നത് അവസാനം? അല്ല, സ്റ്റേ ട്യൂൺഡ്. സ്റ്റേ ട്യൂൺഡ്. നമ്മൾ ആദ്യമായിട്ടാണ് ഈ വ്ലോഗൊക്കെ ചെയ്യുന്നത്. നമ്മൾ ഓരോന്നൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ. പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം വളരെ ആവശ്യമാണ്. പ്ലീസ് സപ്പോർട്ട്. താങ്ക്സ്.